ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു കഷ്ണം പഞ്ഞി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്നും പറയുന്ന പോലെ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഒരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് വേറെ ഒന്നുമല്ല, ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വിനെഗറാണ്. ക്ലീനിങ്ങിനായിട്ട് വിനെഗർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. സാധാരണയായിട്ട് നമ്മൾ സവാളയൊക്കെ എത്ര കട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് കണ്ണീര് വരാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഞാനിതാ ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കോട്ടൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്, അത് ആ ഒരു വിനെഗറിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന കത്തിയുടെ രണ്ട് സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സവാളയിൽ ഞാൻ പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സവാള കട്ട് ചെയ്യാതെ സെൻറ്റർ കട്ട് ചെയ്യാതെയാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ആക്കി കൊടുക്കുക. അതല്ലാതെ സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ ഒരു സെൻറ്റർ ഭാഗത്തും ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വെച്ചാൽ സവാള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. കണ്ണീര് വരുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഇനി സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മുഖത്ത് വെക്കുന്ന കണ്ണാടി ആയാലും മുഖം നോക്കുന്ന കണ്ണാടി ആയാലും അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ മങ്ങി കളറൊക്കെ ഫെയ്ഡ് ആവാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത്. ഞാൻ ആ ഒരു കുഞ്ഞ് കോട്ടൻ്റെ കഷ്ണം ആ വിനെഗറിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണാടിയിലൊക്കെ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവും, അതുപോലെ നമുക്ക് ഇതുകൊണ്ട് മാഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വിനെഗർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് ആ ഒരു ഗ്ലാസ്സൊക്കെ നല്ലപോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ പഞ്ഞി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് തുണി വെച്ചിട്ട് തുടക്കുന്നതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് തുടച്ചെടുത്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ്. നല്ല പോലെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ മങ്ങിയ കളറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കളറൊക്കെ മങ്ങിയിട്ടുള്ള കണ്ണാടിയോ അതുപോലെ കുത്തുകളൊക്കെ വന്നിട്ടുള്ള കണ്ണാടി ഉണ്ടെങ്കിൽ വിനെഗർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് നെയ്യൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നെയ്യ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇത് സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ അതുപോലെ തന്നെ നെയ്യിൻ്റെ സ്മെല്ല് ഒട്ടുമില്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനെഗറാണ് കേട്ടോ. സോപ്പോ ലിക്വിഡോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ചധികം വിനെഗർ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ഞിയുടെ കഷ്ണങ്ങൾ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു 3-4 പീസ് കോട്ടൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു എണ്ണമയോ നെയ്യിൻ്റെ അംശമൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഇളകി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ, ഒരു നെയ്യിൻ്റെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ആ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ആ വിനെഗറിൻ്റെയും വെള്ളമോ ആ പഞ്ഞിയൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പുറമെ ഉണ്ടായിരുന്ന സ്റ്റിക്കറൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ കാണുന്നുണ്ടാവും നല്ല പോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിന് ഒട്ടും നെയ്യിൻ്റെ സ്മെല്ലല്ല, വിനെഗറിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. സാധാരണ നമ്മൾ ഗീയുടെയൊക്കെ ബോട്ടിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ആ നെയ്യിൻ്റെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വിനെഗർ വെച്ചിട്ടാണ് നമ്മൾ കോട്ടൺ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. എനിക്കിത് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്.
സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെയാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒറ്റ ഡ്രോപ്പ് ലിക്വിഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അഥവാ നെയ്യിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഒട്ടും നെയ്യിൻ്റെ അംശമില്ലാതെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ പുറം ഭാഗവും ഇത് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് വരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ എനിക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് നേരത്തെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഗീയുടെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെ കിച്ചൺ റാക്കിൽ മധുരമുള്ള ഐറ്റംസും അതേപോലെ മസാല പൗഡറുകളൊക്കെ വെക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഈച്ചകൾ അതുപോലെ തന്നെ മധുരമൊക്കെ ഉള്ള ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യുന്ന ബോട്ടിലിന് നിറയെ ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണിത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പഞ്ചസാരയുടെ ബോട്ടിലാണ് കേട്ടോ. നമ്മൾ എത്ര ലിഡ് ടൈറ്റാക്കി കഴിഞ്ഞാലും ഉറുമ്പൊക്കെ വരുന്ന ഒരു ഭരണി തന്നെയാണ് പഞ്ചസാരയൊക്കെ കീപ്പ് ചെയ്യുന്ന ഭരണി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒട്ടും ഉറുമ്പില്ല കേട്ടോ. അപ്പം ഞാനിതുപോലെ മധുരമുള്ള ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് വിനെഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു ചെറിയൊരു പഞ്ഞിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വിനെഗറിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഭരണിയുടെ മുകളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിനെഗർ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ വിനെഗറിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഉറുമ്പുകളൊന്നും ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിനെഗർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പഞ്ഞി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ ഒരു വിനെഗറിൻ്റെ സ്മെല്ല് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ ആ ഒരു ഭരണിയിലേക്ക് വരില്ല. ഇപ്പം ഞാനിതാ നല്ലപോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വിനെഗറിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് ഉറുമ്പ് ശല്യം ഉണ്ടാവുകയില്ല. ഇനി ഇതേ രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് പീനട്ട് ബട്ടറാണ് കേട്ടോ. പീനട്ട് ബട്ടറും നമുക്കറിയാമല്ലോ, അതിലും നന്നായിട്ട് തന്നെ ഉറുമ്പ് ശല്യം കൂടുതലുണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഞാനൊരു തവണ ഉറുമ്പ് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ടിപ്പാണിത്. കുറഞ്ഞ സമയം മതി നമുക്കിത് ചെയ്യാനെന്നാൽ വളരെ യൂസ്ഫുൾ ആണ് താനും. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ആ കപ്പിൽ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലിഡ് ഉണ്ടെങ്കിൽ ലിഡിലേക്ക് വിനെഗർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പഞ്ഞി ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിൽ മസാല പൗഡറുകളൊക്കെ വെക്കുന്ന റാക്ക് ഉണ്ടല്ലോ, ആ റാക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. മാത്രമല്ല കുഞ്ഞ് ഈച്ചകൾ പ്രാണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിരവയാണ്. തേങ്ങ ചിരകുന്നതുകൊണ്ട് തന്നെ ചിരവയിൽ എപ്പോഴും എണ്ണമയം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പും പൂപ്പിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിതാ ചിരവയിലും ഇതേപോലെ വിനെഗറിൽ ഒരു പഞ്ഞി മുക്കിയതിന് ശേഷം ചിരവയുടെ പല്ലും അതുപോലെ തന്നെ ആ ഒരു അടിവശമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പലകയിൽ ഉണ്ടാകുന്ന അഴുക്കൊക്കെ നമുക്ക് പോന്ന് കിട്ടും കേട്ടോ. നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ വെച്ചിട്ട് ഞാൻ വീണ്ടും തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പ് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെ വിനെഗറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇനി ഞാൻ പഞ്ഞി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് എണ്ണമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഉറുമ്പുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം ഞാൻ ഇതേ മിക്സി വെച്ചിട്ട് തന്നെ പഞ്ഞി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പഞ്ഞി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രബ്ബറിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഗ്യാസ് സ്റ്റൗവിൽ വരില്ല. നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ കിച്ചണ് എത്ര ക്ലീനാക്കി കൊണ്ട് നടന്നാലും ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് കിച്ചണിൽ ചെറിയ പാറ്റകൾ പല്ലികളൊക്കെ വരാറുണ്ട്. അപ്പോൾ എത്ര നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാലും ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ലേ, ആ ഒരു ഹോളിലൂടെയാണ് ആ ബാഡ് സ്മെല്ല് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാനിതാ ആ ഒരു സിങ്കിൻ്റെ ഹോള് കവർ ചെയ്യുന്ന വിധത്തിൽ പഞ്ഞിയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പഞ്ഞിയിലേക്ക് കുറച്ചധികം വിനെഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു പഞ്ഞി വെച്ചിട്ട് വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിൽ ഉണ്ടാകുന്ന പാറ്റശല്യം നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഞാനിത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ്. നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഓയിലിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ തട്ടും തരിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിത് തലേ ദിവസം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് നാളുകൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ ഇതൊട്ടും തട്ടും തരിയില്ലാതെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ അവസാനത്തെ ടിപ്പ്. അതിനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലേക്ക് ഞാൻ ഈ ഒരു അരിപ്പ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിപ്പ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ പഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നൈസായിട്ട് തന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നെറ്റ് വരുന്ന ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ കവർ ചെയ്ത് തന്നെ ആ പഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാനിലുണ്ടായിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഞ്ഞി വെച്ച് കൊടുക്കുന്ന സമയത്ത് അരിപ്പയുടെ ആ നെറ്റ് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലുണ്ടായിരുന്ന ആ ഒരു കരട് മുഴുവനായിട്ടും ഈ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു കരട് ഫുള്ള് പഞ്ഞിയുടെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. ഓയിൽ താഴേക്ക് ഊറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു അരിപ്പ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒട്ടും തട്ടും തരിയും ഇല്ലാതെ നമുക്ക് ഒരു രീതിയിൽ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ അരിപ്പയിൽ നിന്ന് പൊക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരടില്ല ഇതിലുണ്ടായിരുന്ന തട്ടും തരിയും എല്ലാം ആ ഒരു പഞ്ഞിയിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കുറേശ്ശെ എണ്ണ ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ അരിപ്പയിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ല പോലെ നമുക്ക് ആ ഒരു ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഒട്ടും അതിലെ ഒരു കുഞ്ഞ് തരി പോലും ആ ഒരു ഓയിലില്ല. ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം, അതായത് തലേ ദിവസം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു കഷ്ണം പഞ്ഞി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.